ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പെരുന്നാൾ വീഡിയോ ആണ്. അപ്പോൾ ഇടാൻ കുറച്ച് വൈകി കേട്ടോ. അപ്പോൾ രാവിലെ എല്ലാവരും മക്കൾസും കാക്കും എല്ലാവരും പള്ളിക്കൊക്കെ പോയി. അപ്പോൾ നമ്മളൊന്ന് ഒരുങ്ങിയതാട്ടോ. ഒന്ന് പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് പുതിയ ഡ്രസ്സൊക്കെ എടുത്തതല്ലേ, ഒന്ന് ഒരുങ്ങണ്ടേ. എങ്ങോട്ട് പോകാനൊന്നുമില്ല, നമ്മളെ വീട് ലോങ് ആവുകൊണ്ട് എങ്ങോട്ടും പെരുന്നാൾ ദിവസം എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കാക്കും മക്കളൊക്കെ പള്ളിയിൽ പോയി വരുമ്പോഴത്തേക്കും എൻ്റെ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞിട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുമ്പോഴത്തേക്കും കുളിച്ച് മാറ്റി റെഡി ആയി നിന്നോളാൻ കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ഫോട്ടോസൊക്കെ എടുക്കണ്ടേ, പക്ഷേ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ മക്കൾസ് കാത്തിരുന്നിട്ട് മക്കൾ വന്നപ്പോൾ കുറച്ച് സമയം വൈകി, അതുകൊണ്ട് ഫോട്ടോ ഒന്നും ആരും അധികം എടുത്തില്ല. അപ്പോൾ എൻ്റെ പുതിയ ഡ്രസ്സ് ഇതാണ് കേട്ടോ, സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ ഇത് കോട്ടൻ്റെ ആണ് കേട്ടോ, സൈഡ് ഓപ്പൺ ഇല്ലാത്ത നല്ല ഇറക്കൊക്കെ ഉള്ള നല്ലൊരു ഓപ്പൺ ഇല്ലാത്തൊരു ചുരിദാറായിരുന്നു കേട്ടോ. നല്ല സുഖമായിട്ട് കോട്ടൻ്റെ ഷാളുമാണ്, ഇടാനും നല്ല സുഖമാണ്. അപ്പോൾ ഞാനധികം എടുക്കുമ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ളത് എടുക്കണം. എന്താ വെച്ചാൽ കുറച്ച് നമ്മൾ പുറത്തേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് വീട്ടിലിടാലോ. അപ്പോൾ ഇതാ പെരുന്നാൾക്ക് ആദ്യം തന്നെ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല സേമിയ സാവുനരി ജവ്വരി കേട്ടോ, അതൊക്കെ ഇട്ട് നല്ല അടിപൊളി പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് നമ്മളെ ഫുഡ് കപ്സയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മക്കൾസിനൊന്നും ഈ നോലുമ്പ് ആവുകൊണ്ട് അധികം ആർക്കും അങ്ങോട്ട് പൂതി ഉണ്ടാവില്ലല്ലേ, ബിരിയാണി നെയ്ച്ചോറ് മന്തി അങ്ങനത്തെ ഒന്നും ആഗ്രഹമില്ല. എന്നാലും ഫുഡ് എന്തെങ്കിലും നമ്മൾ പെരുന്നാളായിട്ട് ഉണ്ടാക്കണ്ടേ, ആരെങ്കിലുമൊക്കെ വരും പോവുകയൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഞാൻ കപ്സയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് രാവിലത്തേക്കുള്ള നമുക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കില്ലല്ലോ, കുറച്ചും കൂടി കഴിഞ്ഞിട്ടല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ എന്തായാലും കപ്സിക്കുള്ളതാ തക്കാളി കൊണ്ടുള്ളൊരു ആ സോസും മറ്റേ നമ്മൾ മയോണൈസും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരുവിധം എല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ പൊരിക്കാനുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും തലേ ദിവസത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ ഞാൻ കുറച്ച് ചിക്കൻ പൊരിച്ചെടുക്കാനുണ്ട്, അതന്നെ ഉള്ളൂ കേട്ടോ പണി, പിന്നെ വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒക്കെ ചെയ്യുന്നത് നമ്മളിങ്ങനെ നമ്മൾ ജോലികളും എടുത്ത് ഇങ്ങനെ നിൽക്കണ്ടല്ലോ. അപ്പോൾ രാവിലെ തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിരുന്നൊന്നും പോകണില്ല കേട്ടോ. ഞാൻ എന്തായാലും സ്കൂളും മദ്രസൊക്കെ ഉള്ളത് കാരണം വിരുന്ന് പോകാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ മോന് പരീക്ഷയൊക്കെ ആണല്ലോ, ഇപ്പോൾ എല്ലാവർക്കും മക്കൾസിൻ്റെ പരീക്ഷ ടൈമല്ലേ. അപ്പോൾ അതുകൊണ്ട് അധികം ആരും വിരുന്നൊന്നും പോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തൊക്കെ ആണെങ്കിൽ പോയി വരാം, പക്ഷേ എനിക്ക് പോയി വരാൻ പറ്റുന്ന ദൂരമല്ല, അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ. ഇനി എന്തായാലും ഇൻഷാ അല്ലാഹ് സ്കൂൾ പൂട്ടട്ടെ, മദ്രസം പൂട്ടിയിട്ട് വേണം പോകാൻ. പിന്നെ പോയാൽ തന്നെ അധികം ഒന്നും നിൽക്കാറുമില്ല കേട്ടോ. പിന്നെ എനിക്ക് പോയ ക്ഷീണം നല്ല ഉണ്ട്. ബസ്സിലൊക്കെ ഇരുന്നാൽ പെട്ടെന്ന് ക്ഷീണം പറ്റുന്ന ആളാണ് കേട്ടോ ഞാൻ. എനിക്ക് അങ്ങോട്ട് 2-3 ദിവസമൊക്കെ കഴിയണം ആ ക്ഷീണം മാറണമെങ്കിൽ. അപ്പോൾ സ്കൂളും മദ്രസും പൂട്ടി കഴിഞ്ഞാൽ നമുക്ക് പോയാലും ഒരു പോയാൽ പിറ്റേ 2 ദിവസം പാർക്ക്, പിന്നെ 3-4-5 ദിവസം കൊണ്ട് പോരും ചെയ്യാം. അപ്പോൾ എന്തായാലും ചിക്കൻ ഞാനവിടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിനി പുട്ട് കഴിക്കട്ടെ കേട്ടോ, നല്ല വിശപ്പുണ്ട്. രാവിലെ സുബൈക്ക് തുടങ്ങിയ പണിയാണ് കേട്ടോ. പിന്നെ രാത്രിയും ഉറക്കമുണ്ടായിട്ടില്ല. രാത്രി ഇതൊക്കെ കൊടുന്നതൊക്കെ ഒതുക്കി സെറ്റാക്കി വെക്കണ്ടേ, എല്ലാം റെഡി ആക്കിയിട്ടാണ് കേട്ടോ കിടന്നത്. രാത്രി 2 മണി ചിലപ്പോൾ 2:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കിടന്നപ്പോൾ. അത് കഴിഞ്ഞതും 5 മണി ആകുമ്പോഴത്തേനും എണീക്കും വേണ്ടേ. 5 മണിക്കല്ല 4:30 അലാറം വെച്ചിട്ട് ഞാൻ എണീറ്റപ്പോൾ 5 മണി ആയിട്ടോ. പിന്നെ അങ്ങനെ മക്കളൊക്കെ എണീറ്റ് അവരെ കുളിയും മാറ്റലും നിസ്കാരം 6:30 തുടങ്ങുന്നതാണ് കേട്ടോ നമ്മളെ പള്ളിക്ക്. അപ്പോൾ അവരതിന് പോയി. അങ്ങനെ കേട്ടോ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ അലക്കലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഡ്രമ്മിലും വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നിനെ പിടിച്ച് വെച്ച് ബാത്റൂമിലേക്കും കുടിവെള്ളമൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ അവരെ കാത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും വന്ന് ഇതാ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോനും കാക്കു എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ചില്ലി പൊരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 ആളും കൂടി അങ്ങനെ കഴിക്കണമുണ്ട് കേട്ടോ. വല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ പുട്ടും ചിക്കൻ കറി ഉണ്ട് പറഞ്ഞിട്ട് അവർക്കത് വേണ്ട അത്ര. അവർക്ക് ഇനി എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഫുഡ് കഴിക്കുക. അപ്പോൾ ഇളയച്ചൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇളയച്ചൻ അവരും വരാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മോൻ്റെ ഡ്രസ്സ് കേട്ടോ, ഇപ്പോഴത്തെ മോഡലാണ് അത്ര കേട്ടോ പാൻറ്റ്. എനിക്കത് കാണുമ്പോൾ തന്നെ ചിരിയാണ് വരുന്ന ഒരു ലൂസ് പാൻറ്റ്. അപ്പോൾ നമുക്ക് ലേഡീസിനൊക്കെ ഇടാൻ പറ്റിയൊരു പാൻറ്റ് കേട്ടോ. നല്ല കാണാൻ രസമുണ്ട്, പക്ഷെ അതിങ്ങനെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്. അവൻ തന്നെ ഇങ്ങനെ നമ്മൾ പെൺകുട്ടികൾ പാവാട പൊന്തിച്ച് പിടിച്ച് ഇങ്ങനെ നടക്കില്ല, അതേപോലെ നടക്കട്ടോ. അപ്പോൾ നിലത്ത് കൂടിയൊക്കെ അഴിയുന്നുണ്ട്. അപ്പം
അവരെ മക്കളെ ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു കൊടുക്കും. ഇപ്പോൾ ഏതാന്ന് അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് എടുത്തു കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ ഉപ്പ. അവർക്ക് എന്താ വേണ്ടത് വെച്ചാൽ അവരെ ഇഷ്ടത്തിന് അവർ വിടും, അത്രയും. അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റിയിട്ടില്ല, അത് എടുക്കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവന് അതന്നെ വേണം. അപ്പോൾ എന്തായാലും കാക്കു അവനെ കളിയാക്കാണ് കേട്ടോ. പെൺകുട്ടികൾ പാവാട പിടിച്ച് നടക്കുന്ന പോലെയാണ് നീ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ താഴത്ത് ഇങ്ങനെ ചവിട്ടി നടക്കല്ലേ, അതുകൊണ്ട് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവർ വരട്ടെ, എന്നിട്ട് വന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നാളെ എൻ്റെ മൂത്തമ്മയുടെ വീട്ടിൽ പോകണം കേട്ടോ. അപ്പോൾ കാക്കു ടൂറ് പോവുകയാണ്. മക്കൾസും ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും പോകുമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ അവർ പോയില്ല കേട്ടോ. വലിയ ആൾ പോയിരുന്നു. വലിയ ആൾ പോയിട്ട് ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് വരികയും ചെയ്തു. അപ്പോൾ അവർ വരട്ടെ, എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത ഇത് പറയാണ് കേട്ടോ, പെരുന്നാളായിട്ട് ആരും ഫോട്ടോ എടുക്കാൻ നിന്നില്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ മക്കളെ കാത്ത് നിൽക്കുകയാണ്. അവർ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി സെൽഫി എടുക്കാൻ. അവരതിലും വലിയ ആൾക്കാർ, അവർ പുറത്ത് പോയിട്ട് ഓരോ കമ്പനിക്കാരൊപ്പം പോയി നല്ല പിക്കൊക്കെ എടുത്ത് ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പോൾ കുട്ടികളെ ട്രെൻഡല്ലേ, ഫുള്ള് അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഇടല്ലേ അവർക്ക് പണി. അപ്പോൾ എന്തായാലും അവരെ കാത്തുനിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇളയിച്ച് വന്നിട്ട് പപ്പടമൊക്കെ പൊരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. കുട്ടികൾ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അവരെയൊക്കെ കാണിച്ചു തരാം. ഞാൻ ഓവറായിട്ടൊന്നും അവരെ എടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ അവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമല്ലേ, നമ്മൾ ഒരു ബേജാറും ഒക്കെയാണ്. വീഡിയോ അങ്ങോട്ട് ശരിയായി കിട്ടില്ല കേട്ടോ എടുത്താൽ തന്നെ. അപ്പോൾ ഓരോന്നിങ്ങനെ വർത്താനം പറഞ്ഞതാണ്. നമ്മൾ ഫുഡൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ പായസം എല്ലാം റെഡി ആയിട്ട് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. പിളയച്ചനുണ്ട്, മോളുണ്ട്, പിന്നെ നമ്മളെ മോനീസുണ്ട്, നമ്മളെ കുട്ടി, ഞങ്ങൾ അറിയാത്തവരൊന്നുമല്ലല്ലോ. അപ്പോൾ അതാണ് കേട്ടോ നമ്മളെ ഇളയച്ചന്. പിന്നെ അധികമൊന്നും ഞാൻ എടുത്തിട്ടില്ല ഫുഡ് കഴിക്കുമ്പോൾ. എനിക്കൊരു ആ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ എടുത്താൽ തന്നെ ശരിയാവില്ല അല്ലേ, ഒഴിഞ്ഞിങ്ങനെ ഇരിക്കണം. പിന്നെ അവർ വന്ന് കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് പോയതിന് ശേഷം മക്കൾ വന്നിട്ടുണ്ട്, അവരെ ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട്, അവരൊക്കെ വന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു പെരുന്നാളൊക്കെ ആകുമ്പോൾ അതൊക്കെയാണ് ഒരു രസമല്ലേ. നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഫുഡ് വെച്ച് ഒറ്റയ്ക്ക് തന്നെ കഴിക്കുമ്പോൾ അതൊരു രസമല്ലല്ലോ. പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വരിക കഴിക്കുക, അങ്ങനെയൊക്കെയാണ് രസം കേട്ടോ. അങ്ങനെ അവർ ഫ്രണ്ട്സൊക്കെ പോയി. ഇനിയിപ്പോൾ രണ്ടാളും കയറി ഉറക്കാവും കേട്ടോ, രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ പറയുന്നു, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് രണ്ടാളും ഇങ്ങനെ ചിരിക്കണം കളിയാക്കണം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മക്കൾസും ഞങ്ങളൊക്കെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഞാനൊന്ന് എവിടേക്കും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ കാക്കു എന്നെ മുത്തച്ഛീൻ്റെ വീട്ടിൽ കൊണ്ടുപോവുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഓരോരോ സ്ഥലത്തേക്ക് അങ്ങനെ ഞങ്ങൾ പോയി. അന്നത്തെ ദിവസം അങ്ങനെ ഇങ്ങോട്ട് തീർന്നു. വിരുന്ന് പോകാനൊന്നും പറ്റിയില്ല കേട്ടോ. അവിടേക്കും മുത്തച്ഛീൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് കുറച്ച് ബിരിയാണിയൊക്കെ കിട്ടിയിരുന്നു, അതും കഴിച്ചു. അപ്പോൾ നമ്മുടെ പെരുന്നാൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.